ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തേത് ഒരു ഫാമിലി വ്ളോഗാണ്. ഞാനിപ്പോൾ ഇതാ എൻ്റെ പപ്പാൻ്റെ കസിൻ്റെ വീട്ടിലാണുള്ളത്. ഇവരുടെ വീടിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടൊന്ന് ഒത്തുകൂടിയതാണ്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പൊന്നാനി പുറങ്ങിലാണ് വീട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇന്നിവിടെ രാത്രിയാണ് ഒരു മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത്, എല്ലാവരും കൂടിയിട്ടുള്ളത്. ഇപ്പോൾ വൈകുന്നേരം ഒരു ലേഡീസ് ഓൺലി ഗെറ്റ് ടുഗദറാണ് കേട്ടോ. എൻ്റെ പപ്പാൻ്റെ ഫാമിലിയിലെ ലേഡീസ് എല്ലാവരും കൂടിയിട്ട് ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഓരോരോ വീട്ടിലായിട്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഇവിടെയാണ് വൈകുന്നേരം എല്ലാവരും കൂടി കൂടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതാ ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. നല്ല അടിപൊളി ഹോം മെയ്ഡ് പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ ഉമ്മാമാൻ്റെ, അതായത് പപ്പാൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെയും ഒക്കെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ ഇത്. പണ്ട് തറവാട്ടിൽ അവർ ഒരുമിച്ചായിരുന്നു, അതായത് കൂട്ടുകുടുംബമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ ഓരോരുത്തരൊക്കെ വീട് വെച്ച് മാറി അങ്ങനെ ന്യൂക്ലിയർ ഫാമിലീസ് ആയതാണ്. ന്യൂക്ലിയർ ഫാമിലീസ് ആണെങ്കിലും 90% പൊന്നാനി തന്നെയാണ് കേട്ടോ. എന്നെപ്പോലെ കുറച്ച് പേരാണ് പൊന്നാനീൻ്റെ പുറത്തുള്ളത്. പക്ഷേ ദൂരെയാണെങ്കിലും ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മാക്സിമം വരാൻ നോക്കലുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇതുപോലെ എല്ലാവരും കൂടി കൂടുന്നത്. നമ്മളെ ബന്ധങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കെങ്കിലും എല്ലാവരും ഒന്ന് കാണണം. കണ്ണകന്ന മനസ്സകലുന്നാണല്ലോ. പല പല ഒക്കേഷൻസിലായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂടാറുണ്ട് കേട്ടോ. നമ്മളെ 2 പെരുന്നാളിന് എല്ലാവരും ഉണ്ടാവാറുണ്ട്. ലേഡീസ് മാത്രമല്ല, ആണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് പല ഗെയിംസ്, ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ആയിട്ട് രസമാണ്. ഓരോ പ്രാവശ്യം പല പല വീട്ടിലായിട്ടാണ് കേട്ടോ കൂടാറുള്ളത്. പിന്നെ ഇവിടെ ഇതാ ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വീട്ടുകാർ: സലാവ് കാക്ക, ഹസീൻ താത്ത, റെയ്ഹാൻ, ഐഷ, ഐദ. സലാവ് കാക്ക ഒഫ്താൽമോളജിസ്റ്റാണ്. റെയ്ഹാൻ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ ചെയർമാനാണ്. ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. അങ്ങനെ കാര്യമായിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ടൊരു ഹോം ടൂർ പോലെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എന്നാലും പറ്റണ പോലെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. വീട് കാണാൻ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. ഇതാണ് മെയിൻ ഹാള്. ഹോളിലേക്ക് കയറി ഉടനെ തന്നെ 2 സൈഡിലായിട്ട് ഒന്ന് ലേഡീസ് സിറ്റിങ്ങും പിന്നെ ജെൻസ് സിറ്റിങ്ങും, അങ്ങനെ 2 കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ 3 ബെഡ്റൂംസാണ് ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയൻ്റെ സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് ഉണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള സൊറപറച്ചിലാണ് കേട്ടോ.
പിന്നെ ഇത് പ്രെയർ റൂമാണ്. അത്യാവശ്യം വലിയ പ്രെയർ റൂമാണ് കേട്ടോ. ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട്, അതായത് പ്രെയർ റൂമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒതു എടുക്കണ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ എല്ലായിടത്തും ഒന്നും കാണാത്തൊരു സംഭവമാണിത്. പൊതുവെ ബാത്റൂമോ അങ്ങനെ എന്തെങ്കിലും ആണല്ലോ ഉണ്ടാവാറുള്ളത്. ഇത് ഒതു എടുക്കാനായിട്ട് മാത്രമുള്ളൊരു ഏരിയ തന്നെയാണ്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഡൈനിങ് ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ അധികം സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള മെയിൻ കിച്ചൺ ഇതാണ്. ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയാണ് ടി വി ഒക്കെ ഉള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഭാഗവും നല്ല സ്പേഷ്യസ് ആണ്. ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് ഫുള്ള് പ്ലാന്റ്സും ഉണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊരു റിനോവേറ്റഡ് ഹോമാണെന്നുള്ളത്. ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറൊക്കെ പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാ കയറി ഉടനെ തന്നെ നമുക്ക് ജിമ്മ് കാണാം. ജിമ്മിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതാ ഒരു ജക്കൂസി റൂമുണ്ട്. മേലെ എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ 3 ബെഡ്റൂംസ് ആണുള്ളത്. താഴത്തേനേക്കാളും ബെഡ്റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാ ബെഡ്റൂമിൻ്റെ സൈഡിലും ഇതാ വലിയൊരു ഏരിയ കബോർഡ് ഉണ്ട്.
7 മണിയൊക്കെ ആയപ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇതാ ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ്. അങ്ങനെ ഇതാ എല്ലാവരും എത്തി, ഫുൾ തിരക്കായിട്ടുണ്ട്. പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കും പിന്നെ ഇതുപോലെ റിനോവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും പുതിയ സ്റ്റൈൽസും മോഡൽസും ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും. ഈ ഒരു ഫംഗ്ഷൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, പിന്നെ ഇതാ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.